അവർ വീട്ടിൽ പോയപ്പോഴും അമ്മേനെ കാണുന്നില്ല. അതിന്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ അടച്ചു കൂട്ടിയ റൂമിൽ എൻ്റെ അമ്മ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ആശങ്കയായി. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിപ്പ് നിർത്തിയിട്ട് ജോലിക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയത് ഒരു തമാശയ്ക്ക് പഠിപ്പ് നിർത്തണമെന്നല്ല, ഒരു നിവൃത്തിയില്ലാതെ പഠിപ്പ് നിർത്തുന്നതാണ്. എൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇലോൺ മസ്ക് തന്നെയാണ്. എൻ്റെ അമ്മയുടെ മുമ്പിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ, എൻ്റെ അമ്മയുടെ പേരിൽ പണിത വീട്ടിൽ താമസിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത് ചെറിയ കാര്യമില്ല. അത് എനിക്കൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. മോഹൻലാലിന്റെ എന്നൊരു മൊമെന്റ് ഒക്കെ വാങ്ങിച്ചപ്പോൾ നമ്മുടെ ചുറ്റോറും മലയാള സിനിമ മുഴുവൻ പറന്ന് നടക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. നിങ്ങൾ ശരിക്കും തലച്ചുമടെടുത്ത് പോയിട്ടുണ്ടോ ഫർണിച്ചറുമായിട്ട്? ഇവിടെ ഈ ജൂസ് സ്ട്രീറ്റിലും മാർക്കറ്റ് റോഡിലുള്ള പല യൂണിയൻകാരെ എന്ന് വെച്ചാൽ ഹെഡ് ലോഡിംഗ് തൊഴിലാളികളെ നിന്ന് തല്ലുവരെ വാങ്ങിയിട്ടുണ്ട്. 3 മാസത്തിൽ കൂടുതൽ പില്ലോ ഉപയോഗിക്കരുത്, 5 വർഷത്തിൽ കൂടുതൽ മാട്രസ് ഉപയോഗിക്കരുത് എന്നുണ്ട് കണക്കുണ്ട്. പക്ഷെ ആളുകൾ 20 വർഷം പില്ലോ ഉപയോഗിക്കും. 30 വർഷമായിട്ട് ഒരേ മാട്രസിൽ കിടക്കുന്ന ആളുണ്ട്. ഞങ്ങളുടെ അവിടെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിലെ ഒരു ഫർണിച്ചർ സ്ഥാപനത്തില് എലമെന്റ്സ് ഓഫ് ആർട്ടും പ്രിൻസിപ്പിൾ ഓഫ് ആർട്ടും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ ഉണ്ടാവുള്ളൂ. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ തന്നെ കുറെ ജിപ്സം ചെയ്ത് പറകോളകൾ ചെയ്ത് വീട് നിറയെ ലൈറ്റ് ഇടുന്ന ഒരു കാഴ്ചപ്പാട് ആളുകൾ ചെയ്യാറുണ്ട്. സത്യത്തില് നമ്മൾ അതിനോട് 100% എതിരാണ്. പഞ്ചസാര എന്ന് പറഞ്ഞാലോ എഴുതിയാലോ മധുരം ഉണ്ടാവില്ലല്ലോ. പഞ്ചസാര തന്നെ വേണ്ടേ? നമ്മുടെ ഫർണിച്ചർ നമ്മൾ ഒരിക്കലും ഓഫർ ഇടരുത് കേട്ടോ. അവൻ വാങ്ങിക്കുന്നത് ഐഫോൺ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിന്റെ ഓഫറിലായിരിക്കും. ആളും ബലവും ഒക്കെ നമുക്കുണ്ടോ? ഫാക്ടറി ഒക്കെ ഉണ്ടോ? നമുക്ക് 13 ഫാക്ടറി ഉള്ളത്. അതിൽ 4 ഇന്റീരിയറിന് വേണ്ടി മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഫാക്ടറിയിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു കാർപ്പൻറ്ററെ വിളിച്ച് വീട്ടിൽ പണിയെടുക്കുന്ന പോലെയല്ല. ഫാക്ടറി 24 മണിക്കൂറും ചാലുവാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ ഫർണിച്ചർ സ്ഥാപനത്തിൽ ഉപരിയായിട്ട് അതൊരു കൾച്ചറൽ ഹബ് ആവണം, എല്ലാവർക്കും കയറി വരാവുന്ന ഒരു സ്ഥലമാവണം. ഞങ്ങളുടെ പല ഇപ്പോൾ വരുന്ന സ്ഥാപനങ്ങളിലൊക്കെ, പുതിയതായിട്ട് വരുന്ന സ്ഥാപനങ്ങളിൽ ചെറിയൊരു ലൈബ്രറി, ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ്, തൊട്ട അടുത്തുള്ള വീട്ടിലെ ഒരാൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും.